ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ചട്ടിപ്പത്തിരിയോ ഇറച്ചിപ്പത്തിരിയോ അങ്ങനെ ഏതോ ഒരു പത്തിരി ചെമ്മീൻ വെച്ചിട്ട് ഉണ്ടാക്കുവാണേ. വേണമെങ്കിൽ ചെമ്മീൻ പത്തിരി എന്ന് വിളിച്ചോ. അതിനാദ്യമേ കുറച്ച് 1/2 കിലോ ചെമ്മീൻ മേടിച്ച് ക്ലീൻ ചെയ്തെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 കപ്പ് മൈദയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആദ്യമേ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഒറ്റയടിക്ക് ഒഴിക്കരുത്, അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും. എന്നിട്ട് ഇതുപോലത്തെ ഈ ഒരു പരുവമൊക്കെ ആയിക്കഴിയുമ്പോൾ അതങ്ങ് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ആ ചെമ്മീൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ട് പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയിൽ നമുക്ക് കുനുകുന അരിഞ്ഞ സവോള, കുനുകുന അരിഞ്ഞ ഇഞ്ചി, പിന്നെ കുനുകുന അരിഞ്ഞ പച്ചമുളകും വെളുത്തുള്ളിയും ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അങ്ങോട്ട് ഇട്ട് ഇളക്കി അതൊന്ന് വഴറ്റിയെല്ലാം വരുന്ന സമയത്ത് ഗരം മസാല വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഈ ചെമ്മീന് പകരം എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. ഇത് ഞാൻ ആ ചെമ്മീൻ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണേ. പകുതി ഒന്ന് വേവിച്ചിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചിട്ട് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്. നമുക്ക് ചിക്കനോ അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് എന്ത് വേണമെങ്കിലും ആകാം ഇങ്ങനെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ മാവ് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചെടുക്കണം. എന്താ ഭംഗിയല്ലേ കാണാനായിട്ട്. റൗണ്ടായിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒരുപാട് മൂപ്പിക്കാതെ തന്നെ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങ് മാറ്റി അങ്ങ് വെച്ചേക്കുക. ഞാനത് 2 പാത്രത്തിലേക്ക് മാറ്റി അങ്ങ് വെച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെല്ലാം കഴിഞ്ഞേച്ചും അതിനെ അതുപോലെ അങ്ങ് മാറ്റി വെക്കുക. പിന്നെ അതേ ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് കുറച്ച് നെയ്യൊക്കെ തടകി നമ്മുടെ ആ ചെമ്മീൻ്റെ ആ ഗ്രേവി ആദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ അപ്പം എടുത്തിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ചൊക്കെ ഒന്ന് കുത്തി കൊടുക്കണം. അത് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ താഴത്തേക്കൊന്ന് ഇറങ്ങിയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മൊത്തവും ഞാൻ അടുക്കി വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാൽപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ. അതിൻ്റെ വേറൊരു വെർഷൻ ഇത് ചട്ടിപ്പത്തിരിന്നോ ചെമ്മീൻ പത്തിരിന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് ആവിയിൽ വേവിക്കാൻ വെക്കുക. വെച്ച് ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് വെന്ത് വരും. വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് വെറുതെ ഒന്ന് കുത്തി നോക്കി അറിയാൻ വെന്തിട്ടുണ്ടായില്ലേന്ന്. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാം. വൈകുന്നേരത്തെ നമ്മുടെ ഒരു നോമ്പ് തുറയുടെ ഒരു പലഹാരമാക്കി മാറ്റാവേ. അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. മസ്റ്റ് ട്രൈ ചെയ്യും നിങ്ങളെല്ലാവരും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.